ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൂ സ്റ്റോറി ചാനൽ. ഈ ചാനലിൽ റിയൽ ലൈഫിൽ സംഭവിച്ച കുറച്ച് വ്യത്യസ്തമായ ഷോർട്ട് സ്റ്റോറീസാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അങ്ങനത്തെ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം. ഒക്ടോബർ 4, 1912 വൈകുന്നേരം ഒരു അമേരിക്കൻ പൊളിറ്റീഷ്യൻ ഹോട്ടൽ റൂമിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അയാൾ നടത്തേണ്ട ഒരു വലിയ പ്രസംഗത്തിന് തയ്യാറെടുക്കുകയാണ്. അവിടുത്തെ വോട്ടർമാരെ തൻ്റെ പക്ഷത്തേക്ക് ആകർഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു പ്രസംഗം. അയാൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ആൾക്കാർക്കിടയിലേക്ക് ഈ പ്രസംഗം അവതരിപ്പിക്കാനുള്ള ആവേശത്തിലായിരുന്നു. കാരണം അയാളും അയാളുടെ കൂടെ ജോലി ചെയ്യുന്നവരുമെല്ലാം ആഴ്ചകളോളം സമയം ചെലവഴിച്ച് ഒരു 50 പേജ് വരുന്നൊരു വലിയ സ്ക്രിപ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അയാൾ ഹോട്ടൽ റൂമിൽ നടന്നുകൊണ്ട് ആ സ്ക്രിപ്റ്റിൻ്റെ ആദ്യത്തെ കുറച്ച് പേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നോക്കി. പറയാനുള്ള സ്പീച്ച് പ്രാക്ടീസ് ചെയ്തു. വാച്ച് നോക്കിയപ്പോൾ പുറപ്പെടാനുള്ള സമയമായി. അയാൾ ഒരു വലിയ ശ്വാസം വലിച്ച് ആ സ്ക്രിപ്റ്റ് രണ്ടായി മടക്കി അയാളുടെ ജാക്കറ്റിൻ്റെ മേൽഭാഗത്തുള്ള പോക്കറ്റിലേക്ക് വെച്ചു. ബാക്കി തയ്യാറെടുപ്പുകൾക്ക് ശേഷം അയാൾ ആ ഹോട്ടൽ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഹോട്ടലിൻ്റെ മുന്നിലുള്ള സ്റ്റെപ്സിന് താഴെ ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഉണ്ട്. അവിടെ ആൾക്കാർ പുള്ളിക്ക് വേണ്ടി ജയ് വിളിക്കുകയും ഒച്ചയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പൊളിറ്റീഷ്യൻ കാറിലേക്ക് നടന്നു പോകുമ്പോൾ അയാളുടെ പേഴ്സണൽ സെക്യൂരിറ്റി അയാൾക്ക് ചുറ്റുമുണ്ട്. അവർ ഈ ആൾക്കാരൊക്കെ അയാളുടെ അടുത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അങ്ങനെ പൊളിറ്റീഷ്യനെ കാറിലേക്ക് പതിയെ കൊണ്ടുപോയി. ഒടുവിൽ അയാൾ അയാളുടെ കാറിലെത്തി. അയാളുടെ കാർ ഒരു ഓപ്പൺ എയർ കാറാണ്, അതായത് അതിൻ്റെ മേൽഭാഗം തുറന്നിരിക്കുകയാണ്. അയാൾ ആ കാറിൽ കയറി അയാളുടെ തൊപ്പി ഊരി കാറിൽ നിന്ന് എണീറ്റ് അവിടുത്തെ ജനങ്ങളെ കൈവീശി കാണിച്ചു. കാർ എടുക്കാൻ പോയപ്പോഴത്തേക്കും ഒരു വലിയ പൊട്ടിത്തെറി ശബ്ദം കേട്ടു. പിന്നീട് അവിടെ കൂടി നിന്ന് ജനങ്ങൾ കാണുന്നത് ആ പൊളിറ്റീഷ്യൻ അവിടെ കുഴഞ്ഞു വീഴുന്നതാണ്. അയാളെ ആരോ വെടിവെച്ചിരിക്കുന്നു. സെക്യൂരിറ്റി ഉടനെ വെടിവെച്ച ആളുടെ ഗൺ തട്ടിപ്പറിച്ച് അയാളെ കീഴ്പ്പെടുത്തും. ഇത് കാണുന്ന ആൾക്കാരവിടെ തടിച്ചു കൂടുന്നു. ഈ ബഹളത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് വെടികൊണ്ട് വീണുപോയ പൊളിറ്റീഷ്യൻ എണീറ്റ് ഉച്ചത്തിൽ പറയും, അയാളെ ആരും കൊല്ലരുത്, അയാളെ എൻ്റെ അടുത്ത് കൊണ്ടുവരൂ. ഇത് കണ്ട് ആൾക്കാരൊക്കെ ഒന്ന് ഞെട്ടി. സെക്യൂരിറ്റിയൊക്കെ വെടിവെച്ച ആളെ ഇങ്ങനെ പിടിച്ചു വെച്ച് നിൽക്കുമ്പോൾ അത്ഭുതത്തോടെ തല പൊക്കി നോക്കും. കാരണം കുറച്ച് മുമ്പ് വെടികൊണ്ട ആളാണ് ഇപ്പോൾ എണീറ്റ് നിൽക്കുന്നത്. പൊളിറ്റീഷ്യൻ വെടിവെച്ച ആളുടെ അടുത്ത് ചോദിക്കും, നീ എന്തിനത് ചെയ്തത്? അയാളൊന്നും മിണ്ടില്ല. അപ്പോൾ പൊളിറ്റീഷ്യൻ പറയും അയാളുടെ ഗൺ മേടിച്ചു വെച്ച് അയാളെ പോലീസിൽ ഏൽപ്പിക്കാൻ. ഇപ്പോൾ എല്ലാവരും പൊളിറ്റീഷ്യനെ തന്നെ നോക്കി നിൽക്കുവാണ്. കാരണം വെടികൊണ്ട ആൾ എങ്ങനെയാണ് എല്ലാം ഓക്കെയായ രീതിയിൽ പെരുമാറുന്നത്. അപ്പോഴാണ് പൊളിറ്റീഷ്യൻ അയാളുടെ ജാക്കറ്റിൽ പതിയെ കൈയിട്ട് ആ 50 പേജുള്ള സ്ക്രിപ്റ്റ് പുറത്തെടുത്ത് ഉയർത്തിപ്പിടിച്ച് കാണിക്കുന്നത്. അതിലൊരു വെടിയുണ്ട പതിഞ്ഞിരിക്കുന്നത് എല്ലാവരും കാണും. ആ കട്ടിയുള്ള സ്ക്രിപ്റ്റ് വെടിവെച്ച ബുള്ളറ്റിനെ പിടിച്ചു നിർത്തി പൊളിറ്റീഷ്യൻ്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. അയാളുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അയാളോട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞെങ്കിലും അയാളത് വേണ്ടെന്ന് വെച്ച് അന്ന് തന്നെ അവിടെ മുഴുവൻ പ്രസംഗം അവതരിപ്പിച്ചു. ആ പൊളിറ്റീഷ്യനായിരുന്നു വളരെ ഫേമസ് ആയ അമേരിക്കൻ പ്രസിഡൻറ്റ് തിയഡോർ റൂസവെൽറ്റ്. അദ്ദേഹം അന്ന് ആ മുഴുവൻ പ്രസംഗം പറഞ്ഞെങ്കിലും ഒരുപാട് തിരുത്തലുകൾ വരുത്തിയാണ് ആ പ്രസംഗം പറഞ്ഞത്. കാരണം അദ്ദേഹം നോക്കി വായിക്കാനിരുന്ന എല്ലാ പേജിൻ്റെയും നടുക്ക് ഒരു ബുള്ളറ്റ് ഹോൾ ഉണ്ടായിരുന്നു. അമേരിക്കയിലെ മിസോറി ടൗണിൻ്റെ പുറത്തുള്ള പ്രദേശത്തായിരുന്നു മൈക്ക് വളർന്നത്. അവിടെ പല പ്രശ്നങ്ങളും ചെന്നുപെട്ട് ഇന്നല്ലെങ്കിൽ നാളെ ജയിലിൽ പോകേണ്ടി വരുന്ന ഒരു സ്വഭാവമായിരുന്നു മൈക്കിൻ്റേത്. പക്ഷേ 2000-ന് ശേഷം മൈക്കിന് 23 വയസ്സുള്ളപ്പോൾ അവൻ്റെ ജീവിതം ശരിയായ ദിശയിൽ കൊണ്ടുവരാൻ അവൻ തീരുമാനിക്കും. മൈക്ക് അവൻ്റെ പഴയ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ മാറി വേറൊരു സ്ഥലത്തേക്ക് താമസം മാറ്റും. അവിടെ ഒരു ചെറിയ കൺസ്ട്രക്ഷൻ കമ്പനിയും തുടങ്ങും. ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ പോകുമ്പോൾ മൈക്ക് കല്യാണവും കഴിച്ച് 3 കുട്ടികളും ഉണ്ടാവും. മൈക്ക് അവൻ്റെ കമ്മ്യൂണിറ്റിയിൽ നല്ല ആക്റ്റീവായിരുന്നു. ചേർച്ചിൻ്റെ ആവശ്യങ്ങൾക്കായി വോളണ്ടിയർ ചെയ്യുക, അവിടുത്തെ യൂത്ത് ഫുട്ബോൾ ടീമിനെ കോച്ച് ചെയ്യുക, അങ്ങനെ കമ്മ്യൂണിറ്റിയിൽ ഒരു നല്ല പേര് മൈക്ക് ഉണ്ടാക്കിയെടുത്തിരുന്നു. 2000-ന് ശേഷം മൈക്കിനെ പരിചയമുള്ള എല്ലാവരും അവനെക്കുറിച്ച് നല്ല അഭിപ്രായമേ പറയൂ. പക്ഷേ മൈക്ക് അവൻ്റെ കഴിഞ്ഞ കാലത്തെപ്പറ്റി ഒരു രഹസ്യം ഒളിക്കുന്നുണ്ട്. അതൊരിക്കലും പുറത്തു വരരുത് എന്ന് അവൻ പ്രാർത്ഥിച്ചിരുന്നു. 1999-ൽ സെൻറ്റ് ലൂയിസിലെ ഒരു ബർഗർ കിങ് റെസ്റ്റോറൻറ്റ് മൈക്ക് തോക്ക് ചൂണ്ടി മോഷ്ടിച്ചിരുന്നു. അതിന് മൈക്കിനെ 2000-ൽ അറസ്റ്റ് ചെയ്ത് 13 കൊല്ലം ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. താത്കാലികമായി ജാമ്യത്തിൽ പുറത്തിറങ്ങിയ മൈക്ക് ഈ വിധിക്കെതിരെ അപ്പീൽ കൊടുത്തിരുന്നു. പക്ഷേ കോടതി ആ അപ്പീൽ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഇനി ജയിലിൽ പോവേണ്ടി വരും എന്നറിഞ്ഞ മൈക്ക് അവൻ്റെ വക്കീലിൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ജാമ്യത്തിലിറങ്ങി ഞാൻ ജയിലിലേക്ക് പോകണോ അതോ പോലീസ് വന്ന് എന്നെ കൊണ്ടുപോകുമോ? വക്കീൽ പറഞ്ഞു, നീ പോവണ്ട, പോലീസ് ആദ്യം ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്യും, എന്നിട്ട്
വീട്ടിൽ വന്നിട്ട് നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ മൈക്ക് അവൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ജയിലിലേക്ക് പോവാൻ തയ്യാറെടുത്തു. പക്ഷേ ദിവസങ്ങളായി ആരും വന്നില്ല. ദിവസങ്ങൾ ആഴ്ചകളായി, വർഷങ്ങളായി. ആരും മൈക്കിനെ ജയിലിൽ കൊണ്ടുപോകാൻ വന്നില്ല. കാരണം അവിടുത്തെ പോലീസിനൊരു മിസ്റ്റേക്ക് പറ്റി. അവരുടെ പേപ്പേഴ്സിൽ മൈക്ക് ഇപ്പോഴും ജയിലിലാണെന്നാണ് കാണിക്കുന്നത്. ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് അതിൽ റെക്കോർഡായിട്ടില്ല. അങ്ങനെ 2013 മൈക്കിന് വിധിച്ച 13 കൊല്ലം ശിക്ഷാകാലം തീർന്നപ്പോൾ അവൻ്റെ റിലീസിനായിട്ടുള്ള ഡോക്യുമെന്റ്സ് പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് പോലീസിന് മനസ്സിലാവുന്നത് മൈക്ക് എന്ന് പറഞ്ഞ ഒരാൾ ജയിലിലില്ലെന്ന്. ഇത് മനസ്സിലാക്കിയ പോലീസ് ഉടനെ മൈക്കിനെ അറസ്റ്റ് ചെയ്യും. ഇതൊരു വലിയ പബ്ലിക് ഇഷ്യൂ ആയി മാറി. കമ്മ്യൂണിറ്റിയിലെല്ലാവരും മൈക്കിനെ സപ്പോർട്ട് ചെയ്തു. കാരണം പോലീസിന് തെറ്റ് കാരണമാണ് അന്ന് ആ അറസ്റ്റ് മിസ്സായത്. അതിനിപ്പോൾ ഒരു നല്ല മനുഷ്യനായി കഴിയുന്ന മൈക്കിനെ ശിക്ഷിക്കേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെ ഒരുപാട് പേര് ഈ അറസ്റ്റിനെതിരെ അപ്പീൽ കൊടുക്കും. ഒടുവിൽ മൈക്കിന്റെ കേസ് വീണ്ടും ഒരു ജഡ്ജിന്റെ മുന്നിലെത്തും. ജഡ്ജ് ഒരു 10 മിനിറ്റ് കേസ് ഫയൽ പഠിച്ചപ്പോഴത്തേക്കും തീരുമാനമെടുക്കും. മൈക്ക് അവൻ്റെ പഴയ സ്വഭാവമൊക്കെ മാറ്റി ഇപ്പോൾ ഒരു നല്ല മനുഷ്യനായി അവൻ്റെ കമ്മ്യൂണിറ്റിയെയും ഫാമിലിയെയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ ഇനി വീണ്ടും 13 കൊല്ലം ശിക്ഷിക്കേണ്ട കാര്യമില്ല. അങ്ങനെ മൈക്കിനെതിരെയുള്ള ഈ അറസ്റ്റ് ജഡ്ജ് ക്യാൻസൽ ചെയ്യും. ജയിലിൽ നിന്ന് റിലീസ് ചെയ്യാനുള്ള ഓർഡറും ഇടും. ഈ സംഭവങ്ങൾ കാരണം കുറച്ചു കാലം മൈക്കിന് ജയിലിൽ കിടക്കേണ്ടി വന്നെങ്കിലും ഇപ്പോൾ സ്വതന്ത്രനായി മൈക്ക് ഒരു സാധാരണ ജീവിതം നയിക്കുന്നു.